അങ്ങനെയാണ്. ത്യാഗമാണ് മാതാവിന്റെ ഏറ്റവും വലിയ ഗുണം. ത്യാഗം. എങ്ങനത്തെ ത്യാഗം? നിഷ്കാമമായിട്ടുള്ള ത്യാഗം, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ. ഇപ്പൊ നമ്മൾ ഗർഭപാത്രത്തിന്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. പല അമ്മമാരും കുട്ടികൾ വളർന്നു വരുന്നതായി വരുമ്പോൾ ഈ ഗർഭപാത്രത്തിന്റെ വാടക ചോദിക്കുന്നു എന്നുള്ളതാണ് വലിയ സങ്കടം. 9 മാസം പെറ്റു ഞാൻ നിന്നെ പേറി നടന്നില്ലേ, ഇപ്പൊ നീ ഇങ്ങനെയാണ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു മഹത്വത്തിന്, മാതൃത്വത്തിനെ ശരിക്കും നമ്മൾ ഇൻസൾട്ട് ചെയ്യണം. വാടക ചോദിച്ച് വാങ്ങാനുള്ളതല്ല. വാടക എന്ന് പറഞ്ഞാൽ പൈസയുടെ കെട്ടല്ല പറയുന്നത്. അമ്മമാരുടെ ആഗ്രഹങ്ങളും കുട്ടികളുടെ ആഗ്രഹങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ, അവിടെ അമ്മമാരുടെ സ്വാർത്ഥതയ്ക്ക് താല്പര്യം വരുമ്പോൾ ഈ ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിലാണ്. ഇവിടെ നമ്മൾ തോറ്റുപോകും. എല്ലാ അമ്മമാരും തോറ്റുപോകുന്ന ഒരു വാക്കാണത്. ദയവായിട്ട് അത് പറയരുത്. അത് ഒരു ജീവനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു അവസരം. അത് നമ്മൾ നിറവേറ്റും. ആ കുട്ടി വളർന്ന് പറക്കാൻ പാകമാവുന്നത് വരെയുള്ള ഉത്തരവാദിത്തങ്ങൾ അത് നിറവേറ്റും. അവർ നേർവഴിക്ക് പറക്കണോ വേണ്ടയോ അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങളോടുകൂടി വളർത്തി. ഇത്രയും ആയാൽ ആ ഡ്യൂട്ടിയെ പിന്നെ അവർ പറക്കട്ടെ. അവരെങ്ങോട്ടൊക്കെ പറന്നാലും ചിറക് തളരുമ്പോൾ വന്ന് നിൽക്കാനുള്ളത് ഇവിടെയാണ്. ആ രീതിയിൽ വേണം വളർത്താൻ. അപ്പോൾ അവര് ശരിക്കുള്ള അങ്ങനെ ആവാം. 21ാം നൂറ്റാണ്ടിൽ നമ്മൾ വളർന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കുട്ടികൾ വളരണമെന്നില്ല. നമ്മൾ കണ്ട ലോകമല്ല അവർ കാണുന്നത്. നമ്മളൊക്കെ ഭാഗ്യമുള്ളവരാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരാൻ മുത്തച്ഛനോ മുത്തശ്ശിയോ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അത് പറഞ്ഞു കൊടുക്കാൻ കുട്ടികൾ കാണില്ല. അറിയെങ്കിൽ പോലും പറഞ്ഞു കൊടുക്കാൻ സമയമില്ല, അവസരമില്ല, കുട്ടികൾക്ക് കേൾക്കാൻ മനസ്സുമില്ല. ഇന്നിപ്പോ പ്രണവ് ഇവിടെ വന്നു സംസാരിച്ചു, വളരെ സന്തോഷം തോന്നി. ആ കുട്ടി അതേ രീതിയിൽ വളർത്തിക്കൊണ്ടുവരും. അതുപോലെ പല വീട്ടിലും നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ യുക്തിപൂർവ്വം ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ അപാകത തന്നെയാണ്. ഒന്നാമത്തെ ത്യാഗത്തിന് ശേഷം നിഷ്കാമമായിട്ടുള്ള സ്നേഹം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ, അത് അമ്മമാരുടെ പറ്റും. അപ്പോഴേ മാതൃഗുണം ഉണ്ടാവും. പ്രകൃതിയെ നമ്മൾ മാതാവ് എന്ന് വിളിക്കുന്നു. പ്രകൃതി നമ്മുടെ അടുത്തൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പ്രകൃതിയിൽ മരങ്ങൾ ഉണ്ടാവുന്നു, പൂവിടുന്നതും കായ ഉണ്ടാവുന്നതും പ്രകൃതിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. മഴ പെയ്യുന്നത് മഴയ്ക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. പ്രകൃതിയിലേക്ക് നോക്കിയില്ലേ ഭാഗവതത്തിലെ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയും. പ്രകൃതിയെ കുറിച്ചാണ് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് പഠിക്കണം. നിസ്വാർത്ഥ സ്നേഹം, ത്യാഗം, ഇതാണ് പ്രകൃതി എന്ന് പഠിക്കുന്നത്. നമ്മൾ പ്രകൃതിയെ മാതാവായിട്ട് അപ്പോഴേ കാണുന്നു. അപ്പോഴേ പ്രകൃതി മാതാവാകും.